ഏതൊരു ഡാൻസ് ആർട്ട് ഫോം എടുത്താലും ഇപ്പോൾ യഥാർത്ഥ ഒരു പ്രതിഭ എങ്ങനെ തിരിച്ചറിയാം? അതായത് ഇപ്പോൾ നമുക്കറിയാലോ ഈ ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കലോത്സവം പിന്നെന്ന് പറയുന്നത് എന്താ സോഷ്യൽ മീഡിയ റീച്ച് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ റിയാലിറ്റി ഷോകളിലെല്ലാം എന്താണ് മക്കളെ എങ്ങനെയെങ്കിലും പഠിപ്പിച്ച് മക്കളെ പ്രതിഭാശാലികൾ അല്ലെങ്കിൽ മക്കളെ മറ്റുള്ളവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുക, ഒരു സർട്ടിഫിക്കറ്റ് നേടുക. ഇതാണോ ഒരു യഥാർത്ഥ കലാകാരന്റെ ധർമ്മം? തീർച്ചയായിട്ടും അല്ല. അപർണ ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം. എന്താണ് പ്രതിഭ എന്നുള്ളത് ഞാനൊന്ന് ഡിഫൈൻ ചെയ്ത് നോക്കട്ടെ. ഒരു പ്രതിഭ യഥാർത്ഥത്തിലുള്ള ഒരു പ്രതിഭാശാലി അയാളുടെ ജീവിതത്തിൽ അയാൾ ഞാനിങ്ങനെയൊക്കെയാണ് എന്നുള്ളത് പറയാൻ മെനക്കെടാറില്ല. അയാളെ സമൂഹം തിരിച്ചറിയുകയാണ്. അപ്പോൾ ആ രീതിയിലാണ് യഥാർത്ഥത്തിൽ ഒരു വളരെ ജീനിയസ് ആയിട്ടുള്ള കലാകാരന്മാർ മാറുക. അവർക്ക് ചുറ്റും ഉള്ളവർ അവരെ തിരിച്ചറിയുകയാണ് മെല്ലെ മെല്ലെ. കാലമെടുത്തേക്കാം, പക്ഷേ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ കാരണം ഇതിനകത്ത് ഡീപ്പായിട്ടുള്ള അവർക്ക് കലയുമായിട്ടുള്ളൊരു സംവേദനമുണ്ട്. ആ സംവേദനത്തിൽ അവരതിനുള്ളിൽ നിർമ്മിച്ചെടുക്കുന്ന വളരെ ആഴത്തിലുള്ള ഒരു ബന്ധവും തോട്ട്സും ചിന്തകളും കോൺസെപ്റ്റ്സും അഭിപ്രായങ്ങളും എല്ലാം ചെയ്ത് നിർമ്മിച്ചെടുക്കുന്ന അവരുടെ വ്യക്തിത്വവും ഇതിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഞാൻ വരാൻ നേരത്ത് ശ്രീമതി ഉഷാ നങ്ങ്യാർക്ക് കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് കിട്ടി. വാസ്തവത്തിൽ ഈ പറഞ്ഞ പോലെ ഈ കൂടിയാട്ടം എന്നുള്ള കലാരൂപത്തിലെ ഏറ്റവും ഈ ഒരു മില്ലേനിയത്തിൽ ശ്രദ്ധേയായ ഒരു കലാകാരി ആരെന്ന് ചോദിച്ചാൽ അത് തീർച്ചയായിട്ടും ഉഷാ നങ്ങ്യാരാണ്. അപ്പോൾ അവർ ചെയ്തിട്ടുള്ള വർക്കുകൾ, അവർ ഉണ്ടാക്കി നങ്ങ്യാർ കൂത്തിന് കൊണ്ടുവന്നിട്ടുള്ള ഡയമെൻഷൻസ്, ഇതെല്ലാം തികച്ചും അവരാരെങ്കിലും നമ്മളെ വിളിച്ചു പറഞ്ഞാൽ ഇതൊക്കെ അങ്ങനെയൊന്നും ഒരു കാര്യമല്ലല്ലോ. കൃത്യമായി കാര്യങ്ങൾ ചെയ്യുകയാണ്, അല്ലെങ്കിൽ അതാണ് ചെയ്യാൻ കഴിയുക. അപ്പോൾ ഇതെല്ലാം ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് എൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരുപിടി കലാകാരന്മാരുണ്ട്. ഞാൻ ഉഷ ചേച്ചിയെ പറയാൻ കാരണം എനിക്ക് അത്രത്തോളം ഇഷ്ടമുള്ളതും അതുപോലെ ഒരു സ്ത്രീ കലാകാരിയാണല്ലോ. സാധാരണ എപ്പോഴും ഇതെല്ലാം പുരുഷന്മാരെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുക. മാണിമാധവ ചാക്യാരെ കുറിച്ച് പറയും, കലാമണ്ഡലം കൃഷ്ണനാരാശാനെ കുറിച്ച് പറയും, ഗോപി ആശാനെ കുറിച്ച് പറയും. പക്ഷേ ഒരു സ്ത്രീകളിൽ അതുപോലെ എന്താണ് അരങ്ങിനെ സമ്പന്നമാക്കിയിട്ടുള്ള